നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവനെന്തെവിടെ? നീ എന്ത് വിചാരിച്ചു? വാശിപ്പുറത്ത് നിങ്ങളും ഭാര്യയ്ക്കും മോനും കഴിക്കാൻ ഹോട്ടൽ ഭക്ഷണം വാങ്ങി തരുമെന്ന്. എവിടെ? അയ്യോ, നിങ്ങളുടെ പണപ്പെട്ടിയിൽ നിന്നൊരു നോട്ട് ഇങ്ങ് വലിച്ചാ പോരായിരുന്നോ മനുഷ്യ? അനിയനും ഭാര്യയും കൊച്ചാക്കുമ്പോ ചേട്ടനും വേണം വൈരാഗ്യവും മത്സരബുദ്ധിയൊക്കെ. അപ്പോഴും പിശുക്ക് കയറി എടങ്കോലായിട്ട് നിന്നാലേ കഞ്ഞിയും പച്ചമുളകും തന്നെ ശരണം. ഓ, ഒന്ന് മതിയാക്കടി. ഞാനങ്ങനെ പണം ചെലവാക്കി പാഴ്സൽ വരുത്തിയാലേ അതിന്റെ പങ്ക് പറ്റാൻ പലരും വരും. പ്രകാശിന്റെ ഓസ് ഞണ്ണിയെ എല്ലാവരും അങ്ങോട്ട് കോളടിച്ചു പോവും. അതുകൊണ്ട് അത് വേണ്ട. കുറച്ചു കാലം കഞ്ഞിയും പച്ചമുളകും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. രാവിലെ ഒന്നും കഴിക്കാതെയാണോ ഈ പോകുന്നത്? പോട്ടെന്നേ, വീട്ടിലെ അധിക ചെലവ് കുറയ്ക്കാനുള്ള ബദ്ധപ്പാടിലല്ലേ. ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ചെലവ് ചുരുക്കട്ടെ. ഹോട്ടൽ ഭക്ഷണം ആവുമ്പേ കൂടി വന്നാൽ ഫുഡ് ഇൻഫെക്ഷൻ വരുമായിരിക്കും. അത് കുടലിനല്ലേ ബാധിക്കൂ, മനസ്സിനെ കീറി മുറുക്കില്ലല്ലോ. മനസ്സുള്ള ഒരു മോൻ. ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടായി തുടങ്ങിയത് മുതലാ നാട്ടില് വൃദ്ധസദനങ്ങൾ തുടങ്ങിയത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തന്തയ്ക്കും തള്ളയ്ക്കും മക്കൾക്ക് അന്നം കൊടുക്കുന്നതിന്റെ കണക്ക് പറയാം. പക്ഷേ മക്കള് പറഞ്ഞാലേ ഉള്ളൂ തെറ്റ്. നിനക്ക് ഒരു ആൺകുട്ടി ഉണ്ടല്ലോ, അവൻ വളർന്നു വന്ന് ഇതുപോലെ നിവർന്നു നിന്ന് നിന്നോട് പറയുന്നത് വരെ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായ സങ്കടത്തിന്റെ ആഴം നിനക്കറിയാൻ പറ്റില്ല. ദേ അമ്മ, വെറുതെ നിന്നോട് വായിട്ടലക്കാൻ ഞാനില്ല. അമ്മയോട് വായിട്ടലക്കാൻ ഞാനുമില്ല. ഇവനെന്തെവിടെ? അല്ല, ഇതാരാ വന്നിരിക്കുന്നത്? ജഗനോ? ഞാനെന്താ സ്വപ്നം കാണാണോ? ഇനി ഇതുപോലുള്ള ചില സ്വപ്നങ്ങളൊക്കെ പ്രകാശേട്ടന് കാണേണ്ടി വരും. ഇന്ന് ഞായറാഴ്ചയല്ലേ? നിങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാര് ധർണ, ജാഥ, മാർച്ച് ഇതൊക്കെ നടത്തുന്ന ദിവസമല്ലേ? അതൊക്കെ മാറ്റിവെച്ച് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? രാഷ്ട്രീയക്കാര് ബന്ധുവീട്ടിൽ പോകാനും ഞായറാഴ്ചകള് തിരഞ്ഞെടുക്കാറുണ്ട് എന്റെ പ്രകാശേട്ട. അത് ശരിയെന്നെ. ജഗൻ ഇങ്ങനെ ബന്ധുവീടുകളില്, അല്ല പ്രത്യേകിച്ച് ഈ വീട്ടിൽ അങ്ങനെ വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. എന്നാ ഇനി മുതല് ഞാൻ മുടങ്ങാതെ സന്ദർശിക്കാൻ പോകുന്ന ബന്ധുവീടായിരിക്കും ഈ വീട്. ഓ, സന്തോഷം. ഇന്നെന്റെ അച്ഛമ്മ, അതായത് ഭവാനിയമ്മ, അവരുടെ വകയായിട്ട് ഒരു സ്പെഷ്യൽ ബിരിയാണിപ്പുട്ട് ഉണ്ടാക്കി. ബിരിയാണിപ്പുട്ട് എന്റെ പെങ്ങള് ഹരിതയ്ക്ക് ഭയങ്കര കൊതിയ. അവക്ക് കൊടുക്കാനേ അച്ഛമ്മ കുറച്ച് ബിരിയാണിപ്പുട്ട് തന്നയച്ചു. അത് കൊടുക്കാനായിട്ടാണ് ഞാൻ വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ കുടല് കത്തുന്നു. ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ കുറഞ്ഞത് 80 രൂപയെങ്കിലും ആവും. ബിരിയാണി പുട്ട് കഴിച്ചാൽ 80 രൂപ ലാഭിക്കാം. അല്ല, പ്രകാശേട്ടൻ എന്താ ആലോചിക്കുന്നത്? അല്ല, അത് ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോകാൻ ഇറങ്ങിയതാ. വീട്ടിലൊരു അതിഥി വരുമ്പോ ഇറങ്ങിപ്പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു. അത് ശരി. ജഗൻ പോയി ഫുഡ് എടുത്തിട്ട് വാ. ഒരു മിനിറ്റ്. നമ്മൾ തമ്മിൽ കണ്ടു, സംസാരിച്ചു. അതോടെ പ്രകാശേട്ടൻ ആദിത്യ മര്യാദ പാലിച്ചല്ലോ. അല്ല, പ്രകാശേട്ടൻ എവിടെയോ അത്യാവശ്യമായിട്ട് പോകാൻ ഇറങ്ങിയതാണെന്നല്ലേ പറഞ്ഞത്? എവിടെന്ന് വെച്ചാ പോവാ? പുട്ട് വന്നത് പ്രമാണിച്ചല്ല, ജഗൻ വന്നത് പ്രമാണിച്ച് ഞാൻ ആ യാത്ര ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ജഗന്റെ പെങ്ങളെ എന്റെ അനിയൻ തട്ടിക്കൊണ്ടുവന്നതാ. നിങ്ങളുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് മനോജ് ചെയ്തത് കന്നന്തിരിവ് തന്നെയാണ്. അല്ല,
അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതിൻ്റെയൊക്കെ ഒരു ചുരുക്കം വൈരാഗ്യവും അച്ഛനും അതിനേക്കാളേറെ എനിക്കും ഉണ്ടായിരുന്നു. അതൊക്കെ തനി ഓർത്തഡോക്സ് മെന്റാലിറ്റി അല്ലേ. അതൊക്കെ മാറ്റണം. മനോജിനോടും അച്ഛൻ ഏതാണ്ട് പൊരുത്തപ്പെട്ട ലക്ഷണമാണ്. അപ്പോ ഹരിതയുടെ സ്വത്ത് കുറുപ്പമാവൻ ഹരിതയുടെ പേരിൽ വ്യവസ്ഥപ്പെടുത്തി കൊടുക്കുന്നതാണോ? അങ്ങനെ ഒരു തീരുമാനം അച്ഛനുള്ളതായിട്ട് അറിവില്ല. പിന്നെ അച്ഛന്റെ അഹന്തയും മർക്കട മിഷ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോ അടുത്ത കാലത്തൊന്നും അത് നടക്കാനും പോകുന്നില്ല. നടക്കരുത്. കോടിക്കണക്കിനുള്ള ഭാര്യയുടെ സ്വത്ത് കിട്ടിയാൽ മനോജ് വളരും, കോടീശ്വരനാവും, എന്നെ ചവിട്ടിത്താഴ്ത്താനും തുടങ്ങും. പാടില്ല. അവൻ ഭാര്യാദാസനായി തെണ്ടിയായി തന്നെ കഴിയട്ടെ. അല്ല ഏട്ടനെന്താ വീണ്ടും ആലോചിക്കുന്നേ? അല്ല, അത് പിന്നെ അവന് ഭാര്യ സ്വത്തൊക്കെ കിട്ടിയിരുന്നെങ്കിലേ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഒക്കെ തുടങ്ങി നല്ല നിലയിലെത്താമായിരുന്നു. എന്തായാലും പാവൻ ചേട്ടനായി എനിക്ക് അഭിമാനിക്കായിരുന്നു എന്ന് ചിന്തിക്കായിരുന്നു. അതാണ് യഥാർത്ഥ സഹോദര സ്നേഹം. അല്ല ഏട്ടൻ വരുന്നില്ലേ? ഓ വാ, നടക്കൂ നടക്കൂ. വാ വാ വാ, എന്റെ വീടല്ലേ, കേറി വരൂ. അമ്മേ, ധാര വന്നിരിക്കുന്നു നോക്കിയേ. ജഗനോ മോനെ, ഇരിക്ക്. ശത്രുത കാരണം ഈ വീട്ടിലേക്ക് ഒരുപാട് നാള് തിരിഞ്ഞു നോക്കാത്ത ജഗനല്ലേ ഇപ്പൊ ഞങ്ങളെയൊക്കെ കാണാൻ കൂടെ കൂടെ വരുന്നുണ്ടല്ലോ. സന്തോഷം, വലിയ സന്തോഷം. വർഷയുടെ കല്യാണത്തിന് സഹകരിച്ചതോടെ ജഗന്റെ ഉള്ളിലെ ശത്രുതയൊക്കെ തീർന്നു അല്ലേ? സാഹചര്യങ്ങൾ മാറുമ്പോ ശത്രുതയും മാറണം. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കിപ്പോ ഇവിടെ ആരോടും ശത്രുതയൊന്നുമില്ല. തികഞ്ഞ സൗഹൃദം മാത്രം. എന്താ മോനെ കയ്യില്? അച്ചമ്മ കുക്ക് ചെയ്ത ബിരിയാണി പുട്ട. ഹരിതയ്ക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇത്. ആണോ? ഇത് ഞാനിവിടെ കൊണ്ടുതരണമെന്ന് അച്ചമ്മയ്ക്ക് ഒരേ നിർബന്ധം. അതിനാ വന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.